അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി തേങ്ങ വറുത്തരച്ചിട്ടുള്ള മീൻകറിയുടെ റെസിപ്പിയാണ്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് മീൻകറി റെഡിയാക്കാനായിട്ട് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ഉണക്കമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറായാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ആ ചൂടിൽ ഒന്ന് നന്നായിട്ട് മിക്സാക്കി വറുത്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ തേങ്ങയുടെ മിക്സൊക്കെ നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുക്കാതെ നേരത്തെ മാറ്റി വെച്ച ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ തേങ്ങ എല്ലാം നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്തതും അതുപോലെ ഒരു 6 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒന്ന് പിഴിഞ്ഞ് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് പുളിവെള്ളം മാത്രം നമുക്ക് എടുക്കാം. അങ്ങനെ ഇതാ പുളിവെള്ളം എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയുടെ ഒക്കെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മീൻ അയക്കുറ മീനാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കിലോ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ കറി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതുവരെ തീരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട ശേഷം ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഏത് മീനായാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മീനിട്ട ശേഷം ഇതൊന്ന് മിക്സാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, മീൻ ഉടയാതെ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ആ മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കറി അടച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒരു സൈഡ് ഒന്നിങ്ങനെ ആക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി. മൊത്തത്തിൽ അടച്ച് വെക്കണ്ട, അപ്പോൾ കറിയിൽ ഒരുപാട് വെള്ളമായി പോവും. മീൻ വേവും വേണം, അതുപോലെ കറി ചെറുതായിട്ട് വറ്റി വരും വേണം. അപ്പോൾ അതിനനുസരിച്ച് വേണം അടച്ച് വെക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ വെന്ത് കറിയൊക്കെ വറ്റിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് താളിച്ചെടുക്കാം. താളിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതുവരെ കറിയിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 ചെറിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ.
ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് അതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മുളക് പൊടി കൂടെ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ഈ ചെറിയ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും കൂടെ മിക്സാക്കി എടുക്കുന്നത്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, കാരണം അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്തിട്ട് കറിയിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തേങ്ങ വറുത്തരച്ച മീൻ കറി റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.